വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് തിരുവനന്തപുരം മാരായമുട്ടത്ത് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് വിദ്യാർത്ഥിനി മരിച്ചു. ഒടുക്കത്ത് സ്വദേശി പ്രശാന്തിന്റെയും 8 വയസ്സുകാരിയായ മകൾ ബിനിജയുടെയും മരണത്തിന്റെ വേദനയിലാണ് വീടും നാടും. മാരായമുട്ടം ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ബിനിജ ഇന്നലെ സ്കൂൾ വിട്ട് തിരികെ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം 4:30യോടെയാണ് ഈ അതിദാരുണ സംഭവം ഉണ്ടാകുന്നത്. സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ് 2ാം ക്ലാസ്സുകാരിയുടെ മുകളിലേക്ക് ഈ മരച്ചില്ല ഒടിഞ്ഞു വീണ്. മഹാഗണി മരത്തിന്റെ ചില്ലയാണ്. ആ സമയത്ത് മുത്തച്ഛനടക്കമുള്ള ആളുകൾ ഒപ്പം ഉണ്ടായിരുന്നു. അച്ഛാ, എങ്ങനെയാ ചെയ്ത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഞാൻ അവിടെ എത്തി, അവളിവിടെ എത്തി. ഓടിയിട്ടാണ് മക്കൾ ഓടി വന്നു. 2 കാല് വെച്ച് ഒരു സൈഡിൽ തലയടിച്ചു, വേറെ സൈഡ് സിമെന്റിൽ തലയടിച്ച് കണ്ടോണ്ടിരിക്കുന്നു. കുഞ്ഞിന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ? അമ്മ വീട്ടിനകത്ത്. ഇതാണ് അവർ താമസിക്കുന്ന വീട്. അത് കുടുംബം? അതെന്റെ വീട്. ഈ വീട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ താമസം. അവര് സന്തോഷമായിട്ട് കഴിയട്ടെ. അവള് 2 നേരം വീട്ടിൽ വരും. രാവിലെ സ്കൂളിൽ ഞാൻ തന്നെ കൊണ്ടാക്കണം. വൈകിട്ട് തള്ള വിളിച്ചോണ്ട് വരുമ്പോൾ അവിടെ കയറി 5-10 മിനിറ്റ് നിന്നിട്ടേ വരുള്ളൂ. ഇന്നലെ അപ്പം ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ഇവള് വേണ കണക്കായി ഞാൻ അവിടെ എത്തി. ഒരു 3 ഞാൻ വയലില്ല, എനിക്ക് കൃഷിയാണ്. വയലിന് അവിടെ എത്തിയപ്പോഴും അവളിവിടെ എത്തി. ഞാൻ ഇത് ഉണങ്ങിയിരിക്കുന്നത് കണ്ടതേ ഇല്ല. അപ്പം ഇവളിവിടെ തന്നെ നിൽക്കുന്നു. കോഴിക്കുഞ്ഞങ്ങ് ചാടിയെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, മക്കൾ വാ, കോഴി അങ്ങ് വരുമെന്ന് പറഞ്ഞ് ഈ പറയണതിൻ്റെ സമയത്ത് ഒരു പൊട്ടലായിട്ട് ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ ഇതിഞ്ഞ് വരെയാണ്. ഞാൻ പറഞ്ഞു, ഓടി മക്കളെ, ഓടി വാ എന്ന് പറഞ്ഞു. അത് കാണുന്നില്ല. അവൾ 2 കാല് വെച്ചപ്പോൾ ഒരു കഷ്ണം വന്ന് തലയിൽ ഈ ഒരു സൈഡ് അടിച്ച്, ഒരു സൈഡ് തറയിലടിച്ച് പിന്നെ അതിനുശേഷം ബോധം വീഴുന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതുവരെ ഓടിയ. പിന്നെ എനിക്ക് ഓടാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു പയ്യൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു. അവനെയും തള്ളയും കൂടി ഒരു വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ പിന്നെ 2ാമതൊരു വണ്ടി പിടിച്ചാണ് നേറ്റിങ്ങരം. അവിടെ നിന്ന് 1 മണിക്കൂറിനകത്ത് വെച്ച് നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കാണ്. എല്ലാം കൂടെ 1 മണിക്കൂർ. അവിടെ ചെന്ന് അവർ ചെയ്യാനുള്ള മാക്സിമം ചെയ്ത്, പക്ഷേ രക്ഷപ്പെട്ടില്ല. അതിദാരുണമായ ഒരു സംഭവമാണ്. ഈ മരച്ചില്ല ഒടിഞ്ഞ് വീഴുന്നത് കണ്ട് കുട്ടിയോട് മാറാൻ പറഞ്ഞതുമാണ്. പക്ഷെ പെട്ടെന്ന് മാറാൻ സാധിച്ചില്ല. മരം തലയിൽ പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്.